ഹൈ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ള പനോളിക്കാട് യൂസർക്കാരൻ്റെ പുതിയ വീഡിയോ ആയിട്ടാണ്. എന്താ വെച്ചാൽ നമുക്ക് ഒരുപാട് വാഹനങ്ങൾ, ലോ ബഡ്ജറ്റ് വാഹനങ്ങളും മാരുതിൻ്റെ ഒരുപാട് വാഹനങ്ങളും പുതിയൊരു സ്റ്റോക്ക് കയറിയിട്ട് നമുക്ക് ഇനി ഒരുപാട് വാഹനങ്ങൾ സ്റ്റോക്ക് കയറാനുണ്ട്. ഓക്കെ, പിന്നെ നമ്മളെ ലൊക്കേഷൻ വരുന്നത് മറക്കണ്ട, മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ ചുങ്കത്ര എന്ന സ്ഥലത്താണ്. നമുക്കൊക്കെ വണ്ടിൻ്റെ ഡീറ്റെയിൽസ് ഇട്ടണമെന്ന് കടന്നാലും എന്നാൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് 2011 ഒരു മാരുതിയാണ്. അത്യാവശ്യം നല്ലൊരു ബോഡി ക്വാളിറ്റിയുള്ള വാഹനത്തിനാണ്. മേജർ ആക്സിഡന്റ് ഇല്ല, ഫ്ലഡ് ഇല്ല, നമുക്ക് ഗ്യാരണ്ടി തരാൻ പറ്റുന്ന ഒരു വാഹനം കേട്ടോ. വണ്ടി 2011 മോഡലാണ്. നല്ലൊരു ബോഡി ക്വാളിറ്റിയുള്ള ഒരു വാഹനം തന്നെയാണ്. ഇന്ത്യൻ സൈഡൊക്കെ കണ്ടില്ലേ, അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുള്ള ഒരു വാഹനം തന്നെയാണ്. പിന്നെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് 2016 മോഡൽ CNG വരുന്ന ഒരു റിക്സ കേട്ടോ. അത്യാവശ്യം നല്ലൊരു ബോഡി ക്വാളിറ്റിയുള്ള ഒരു വാഹനം തന്നെയാണ്. ഈ വാഹനമൊന്നും മേജർ ആക്സിഡന്റ് ഇല്ല, ഫ്ലഡ് ഇല്ല, നമുക്ക് ഗ്യാരണ്ടി തരാൻ പറ്റുന്ന ഒരു വാഹനം കേട്ടോ. ഈ വാഹനമൊക്കെ ഒരു 10-50 രൂപ വണ്ടി നമുക്ക് ഇറക്കി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വാഹനമാണ്. പിന്നെ വരുന്നത് ഒറിജിനൽ കേരള 2014 ZXi, അത് എയർ ബാഗ് ABS ഒക്കെ വരുന്ന ഒരു റിക്സ് പെട്രോൾ ആണ് കേട്ടോ. ഇനി ഡീസൽ വാഹനം വേണ്ട, പെട്രോൾ വാഹനം അതിലുള്ളവർക്കൊക്കെ നല്ലൊരു ഓപ്ഷനാണ്. അത്യാവശ്യം നല്ലൊരു ബോഡി ക്വാളിറ്റിയിൽ വാഹനത്തിനാണ്. 4 കരിമ്പുത്തൻ ടയറാണ് കേട്ടോ. 4 കരിമ്പുത്തൻ ടയറാണ്. അത്യാവശ്യം നല്ലൊരു ബോഡി ക്വാളിറ്റിയിൽ വാഹനത്തിനാണ്. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ, പുതിയ സീറ്റ് കവറും കാര്യങ്ങളൊക്കെയാണ്. ഈ വാഹനത്തിന് നമ്മൾ ആസ്ക് ചെയ്യുന്നത് 410 കേട്ടോ. ഒരു 60 രൂപ നമുക്ക് ബാക്കി ലോണും ചെയ്ത് കൊടുക്കാം. പിന്നെ ഹോണ്ട സിറ്റി 2015 മോഡൽ റീ രജിസ്ട്രേഷൻ ആണ്. നിലമ്പൂർക്ക് നമ്പറായ വാഹനം കേട്ടോ. അത്യാവശ്യമൊക്കെ നല്ലൊരു ബോഡി ക്വാളിറ്റിയിലെ വാഹനമാണ്. 20 കിലോമീറ്റർ മൈലേജും കിട്ടുന്ന ഒരു വാഹനമാണ്. നിലമ്പൂർക്ക് നമ്പറായ വാഹനമാണ്. ഇപ്പോൾ ഇതിൻ്റെ ബോഡി ലെവലൊക്കെ കണ്ടില്ല, അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിൽ വാഹനമാണ്. അത് നോക്കുമ്പോൾ സീറ്റ് കവറൊക്കെ കമ്പനി സീറ്റ് കവറും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വാഹനമാണ്. ഓക്കെ, ഈ വാഹനം നമുക്ക് ഒരു ഫൈനലൊക്കെ ആയിട്ടൊരു 5,30,000 രൂപ കൊടുക്കാം. ഒരു 10-60,000 രൂപ ഉണ്ടെങ്കിലും ഇത് നിങ്ങൾക്ക് ഇറക്കി കൊണ്ടുപോകുന്ന ഒരു വാഹനമാണ്. പിന്നെ വരുന്നത് സാൻഡ്രോ കേട്ടോ. 2011 മോഡലാണ്. അത്യാവശ്യം നല്ലൊരു ബോഡി ക്വാളിറ്റിയിൽ വാഹനത്തിനാണ്. ഈ വാഹനത്തിൻ്റെ മെക്കാനിക്കൊക്കെ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുന്ന വാഹനം കേട്ടോ. 4 കരിമ്പുത്തൻ ടയറാണ് ഇതിന് വരുന്നത്. ഈ വാഹനമൊക്കെ നമുക്കൊരു 1.25 കിട്ടിയാൽ കൊടുക്കാൻ പറ്റുന്ന വാഹനം കേട്ടോ. അത്യാവശ്യം ഒരു ലോ ബഡ്ജറ്റിലൊക്കെ നല്ലൊരു വാഹനം തപ്പിയിട്ടൊക്കെ നല്ലൊരു ഓപ്ഷനാണ് ഈ വാഹനമൊക്കെ. അത്യാവശ്യം നല്ലൊരു ബോഡി ക്വാളിറ്റി ഒക്കെ ഉള്ള വാഹനം തന്നെയാണ്. പിന്നെ ഈ ഒരു കച്ചവട സാധനങ്ങൾ കൊണ്ടുപോകാനും അതിനൊക്കെ പറ്റിയൊരു നല്ലൊരു ഈക്കോ നമ്മളെ കയ്യിൽ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. 2011 വണ്ടിയാണ്. നല്ലൊരു ബോഡി ക്വാളിറ്റിയിലെ വാഹനമാണ്. മെക്കാനിക്കൊക്കെ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുന്ന വാഹനം കേട്ടോ. അത്യാവശ്യം നല്ലൊരു ബോഡി ക്വാളിറ്റിയിലൊക്കെ വാഹനമാണ് ഈക്കോ. മാരുതിൻ്റെ ഈക്കോ ഒക്കെ തപ്പി എടുക്കണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷൻ കിട്ടണം. തുരുമ്പോ കാര്യങ്ങളോ ഒന്നുമില്ല, നല്ലൊരു ബോഡി വൃത്തിയിലൊരു വാഹനം തന്നെയാണ്. പിന്നെ വാഗണറുകൾ തപ്പിയിടാൻ ഓർക്കണം. കാരണം വെറും 35,000 കിലോമീറ്റർ ഓടിയ ഒരു വാഗണറാണ്. കമ്പനി സർവീസാണ്. മേജർ ആക്സിഡന്റ് ഫ്ലഡിൽ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കുക. വെറും 30,000 കിലോമീറ്റർ കമ്പനി സർവീസ് ആട്ടോ. വാഹനം തിരിച്ചതൊന്നുമല്ല. അത്യാവശ്യം നല്ലൊരു ബോഡി വൃത്തിയിലെ വാഹനം തന്നെയാണ്. വാഹനം ഫുള്ള് കമ്പനി സർവീസ് ആട്ടോ. വെറും 35,000 കിലോമീറ്റർ. ഈ വാഹനം LX ഓപ്ഷൻ ആട്ടോ. ഈ വാഹനത്തിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണം, താഴത്തെ നമ്മൾ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. അതുപോലെ 2010 വണ്ടി കേട്ടോ. VXi ഓപ്ഷനാണ്. നല്ലൊരു ബോഡി ക്വാളിറ്റിയിൽ വാഹനത്തിനാണ്. ടയറൊക്കെ അത്യാവശ്യം ഒരു 85% 4 ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ലൊരു ബോഡി വൃത്തിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വാഹനം തന്നെയാണ് കേട്ടോ. അതൊക്കെ ഇന്ത്യ സൈഡൊക്കെ കാണുമ്പോൾ തന്നെ ഈ വാഹനം നമ്മൾ അഡ്വാൻസ് ചെയ്ത വാഹനം കേട്ടോ. ന്യൂ ഷേപ്പ് മോഡൽ വാഹനം വാഗണാറൊക്കെ തപ്പി നടക്കുക. 2019 മോഡൽ 20 രജിസ്ട്രേഷനിൽ ഒരു വാഗണാറാണ്. വാഗണാർ പുതിയ മോഡലാണ്. അത്യാവശ്യം നല്ല മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും. 20 കിലോമീറ്റർ മേലെ മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ്. ഒക്കെ നല്ലൊരു ബോഡി ക്വാളിറ്റി ഒക്കെ ഉള്ള വാഹനമാണ് അല്ലേ. ടയറും കാര്യങ്ങളൊക്കെ ഒരു 85% ഉണ്ട്.
പിന്നെ നമ്മൾ പരിചയപ്പെടുന്നത് 2019 മോഡൽ ഐട്ടൺ കേട്ടോ. ഐട്ടണ് നല്ലൊരു ബോഡി വൃത്തിയിലുള്ള വാഹനമാണ്. ടയറും കാര്യങ്ങളൊക്കെ 4 കരിമ്പുത്തൻ ടയറാണ് കേട്ടോ. വണ്ടി ഒരു ബാജിന് ആക്സിഡന്റോ ഫ്ലഡോ അല്ലെന്ന് ഗ്യാരണ്ടി വരും. നല്ലൊരു ബോഡി ക്വാളിറ്റി ഉള്ള ഒരു വാഹനമാണ്. പിന്നെ ന്യൂ ഷേപ്പ് മോഡൽ ഷിഫ്റ്റ് തപ്പി നടന്നത് 2007 മോഡൽ നല്ലൊരു ബോഡി ക്വാളിറ്റി ഉള്ള ഒരു ഷിഫ്റ്റ് ഡീസൽ. ഓക്കെ, പുതിയ പേപ്പർ എടുത്ത വണ്ടിയാണ്. അലവിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ. ഈ വാഹനമൊക്കെ നമുക്കൊരു 1.65 ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന വാഹനമാണ്. മെക്കാനിക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ഗ്യാരണ്ടി തരാൻ പറ്റുന്ന ഒരു വാഹനം കേട്ടോ. പിന്നെ നമ്മളെ കയ്യിൽ ഈ വാഹനം സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. 2017 മോഡലാണ്. അത്യാവശ്യമൊക്കെ നല്ലൊരു ബോഡി ക്വാളിറ്റിയുള്ള വാഹനം തന്നെ കേട്ടോ. അതൊക്കെ നമുക്ക് ഒരു 2 ലക്ഷം റുപ്യ കണ്ട് ഇറക്കി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വാഹനം കേട്ടോ. പിന്നെ നമ്മളെ കയ്യിൽ സ്റ്റോക്ക് ചെയ്തിട്ടുള്ള മാരുതിൻ്റെ അൾട്ടോ കേട്ടന കേട്ടോ. 2013 മോഡലാണ്. VX ഓപ്ഷൻ കേട്ടോ. അത് അൾട്ടോ കേട്ടൻ നമുക്ക് വേറെ 3 കൂടി സ്റ്റോക്ക് കയറാനുണ്ട്. അത്യാവശ്യം നല്ലൊരു ബോഡി ക്വാളിറ്റിയുള്ള വാഹനം തന്നെയാണ്. ഈ വാഹനത്തിന് നമ്മൾ പുതിയ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ലോ ബഡ്ജറ്റ് പ്രൈസിൽ ഒരു ഐട്ടൺ 2009 2010 മോഡൽ 30 വരെ പുതിയ റിന്യൂവലും ടെസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തൊരു വാഹനമാണ്. ഈ വാഹനത്തിന് റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. നിലവിൽ ഇപ്പോൾ സെക്കൻഡ് ഓണർഷിപ്പ് കേട്ടോ വാഹനം. ഐട്ടൺ നമ്മളടുത്ത് 3 എണ്ണം പുതിയതായിട്ട് സ്റ്റോക്ക് കയറാണ് കേട്ടോ. 2010 ഒരു വണ്ടി കൂടി സ്റ്റോക്ക് കയറാണ്ട്. പിന്നെ 2015 മോഡൽ VXI ഒരു കോഫി കളറുള്ള ഒരു വാഗണറും നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. 2015 കേട്ടോ. 3,400 രൂപക്ക് കൊടുക്കാം. ഒരു 10-50 രൂപ കൊണ്ട് നമുക്ക് ലോണും ചെയ്ത് കൊടുക്കാം. ഓക്കെ, അലവിലും കാര്യങ്ങളൊക്കെ ചെയ്ത് തരുവാനാണ്. 2012 മോഡൽ ഇന്നോവ കർണാടക നമ്പറായ വാഹനമാണ് കേട്ടോ. മേജർ ആക്സിഡന്റോ ഫ്ലഡോ അല്ല നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുന്ന വാഹനമാണ്. ഈ വാഹനമൊക്കെ നമുക്കൊരു 6,400 രൂപ കൊടുക്കാം. ഓക്കെ, 6,400 നെറ്റാണ്. അത്യാവശ്യം നല്ലൊരു ബോഡി വൃത്തിയുള്ള ഒരു വാഹനമൊക്കെ കേട്ടോ. ടൊയോട്ട ഇന്നോവ പുതിയ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തൊരു വാഹനമാണ്. 2012 8 സീറ്റാണ് കേട്ടോ. പിന്നെ ട്രൈബറൊക്കെ തപ്പി നടക്കും. 2020 മുതൽ 21 റേസിലെ വണ്ടി 4,80,000 രൂപ കൊടുക്കാം. നമുക്ക് ഒരു 50,000 രൂപ കൊണ്ട് ഇറക്കി കൊണ്ടുപോകാൻ പറ്റുന്ന വാഹനമാണ്. ഈ വാഹനത്തിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് കോൺടാക്ട് നമ്പർ ഉണ്ട്, അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. അത്യാവശ്യമൊക്കെ നല്ലൊരു ക്വാളിറ്റിയിൽ ട്രൈബർ തന്നെ കേട്ടോ. വണ്ടി ബോഡി കണ്ടില്ല, അത്യാവശ്യം നല്ലൊരു ബോഡി ക്വാളിറ്റി തന്നെയാണ് ഉള്ളത്. ഇതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എടുക്കാം. 44,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. അതുപോലെ തന്നെ 2011 G4 ഇന്നോവ കേട്ടോ. 5,60 കൊടുക്കാൻ പറ്റുന്ന വാഹനം കേട്ടോ. നമുക്കൊരു 2 രൂപക്ക് ഉണ്ടെങ്കിൽ ഇറക്കി കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. വൈറ്റ് കളറിലാണ്. പുതിയ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്താണ്. സ്റ്റീരിയോ ഉണ്ട്. അത്യാവശ്യം ഒരു ബോഡി ഒരു ഇന്നോവ കേട്ടോ. ഇത് നമ്പറായ വാഹനം കേട്ടോ. കർണാടക വണ്ടിയായിരുന്നു. പിന്നെ CNG പെട്രോള് വരുന്നൊരു ഏറ്റവും ഫുൾ ഓപ്ഷൻ വരുന്നൊരു എർട്ടിക. CNGയിൽ 20 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ്. 44,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. അത്യാവശ്യമൊക്കെ നല്ലൊരു ബോഡി ക്വാളിറ്റി ഒക്കെ ഉള്ള വാഹനമാണ്. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ പുതിയ ചെയ്താണ് അല്ലേ. കമ്പനി സർവീസിൽ വാഹനം കേട്ടോ. കമ്പനി അലവിലും കാര്യങ്ങളൊക്കെ വരുന്ന വാഹനമാണ്. പിന്നെ ഡസ്റ്ററും ടറാനും നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. ഈ വാഹനത്തിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ യൂട്യൂബ് ചാനൽ നമ്മൾ നോക്കി കാണാൻ കഴിയും. 2017 മോഡൽ കേട്ടോ വാഹനം. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുള്ള വാഹനം തന്നെയാണ്. ഈ വാഹനമൊക്കെ നമുക്കൊരു 50 രൂപ കൊണ്ട് ഇറക്കി കൊണ്ടുപോകാൻ പറ്റുന്ന വാഹനം കേട്ടോ. വെറും 50,000 രൂപ ഉണ്ടിൽ 20 കിലോമീറ്റർ മൈലേജും കിട്ടും. സിംഗിൾ ഓണർ കേട്ടോ. അതുപോലെ തന്നെ ടറാന 2015 മോഡലാണ്.
ഫുൾ ഓപ്ഷൻ വാഹനമാണ്. സിംഗിൾ ഓണർഷിപ്പ്, 1,00,000 ചോട കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. മേജർ ആക്സിഡന്റ് ഫ്ലഡ് ഇല്ലാന്ന് ഈ വാഹനത്തിനൊക്കെ നമുക്ക് ഗ്യാരണ്ടി എടുക്കാൻ പറ്റുന്ന വാഹനം കേട്ടോ. പിന്നെ ക്രെറ്റ 2015 മോഡൽ ഫുൾ ഓപ്ഷൻ വരുന്ന ഒരു വാഹനമാണ്. നമുക്ക് 7 ലക്ഷം രൂപ കൊടുക്കാം. അതും മാക്സിമം ലോൺ ഇട്ട് കൊടുക്കാൻ പറ്റുന്ന വാഹനമാണ്. അത്യാവശ്യം നല്ലൊരു ബോഡി ക്വാളിറ്റി ഒക്കെ ഉള്ളൊരു ക്രെറ്റയാണ് കേട്ടോ. ഫുൾ ഓപ്ഷൻ ആണ്. ബട്ടൺ സ്റ്റാർട്ട് കാര്യങ്ങളൊക്കെ വരുന്ന വാഹനമാണ്. കമ്പനി സർവീസ് വേണ്ടി കേട്ടോ. എറ്റിയോസ് 2013 മോഡല് സെക്കൻഡ് ഓണർഷിപ്പിൽ നമ്പറായ വണ്ടി കേട്ടോ. അതർ സ്റ്റേറ്റ് നമ്പറായ വാഹനമാണ്. ഈ വാഹനത്തിന് നമ്മൾ 3,60,000 രൂപ കൊടുക്കാൻ പറ്റുന്ന വാഹനം കേട്ടോ. നല്ല പുതിയ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തൊരു വാഹനമാണ്. അത്യാവശ്യം നല്ലൊരു ബോഡി ക്വാളിറ്റിയിൽ വാഹനമാണ് കേട്ടോ. പിന്നെ ഒരു ലോ ബഡ്ജറ്റ് പ്രൈസിൽ 2005 മോഡല് 29 വരെ ടാക്സ് അടച്ചൊരു വാഹനമാണ്. ഈ വാഹനം ഇപ്പം നിലവിൽ ഇന്നലത്തെ സ്റ്റോക്കാണ്. ഓടും ചളി കാര്യമുണ്ട്. അത്യാവശ്യം നല്ലൊരു ബോഡി ക്വാളിറ്റിയിൽ വാഹനം തന്നെയാണ്. ഈ വാഹനം ഇപ്പം നമുക്ക് ഇന്നത്തെ ഒരു കണ്ടീഷനിലൊക്കെ ആണെങ്കിൽ ഒരു 10-85 രൂപ കിട്ടിയാൽ കൊടുക്കാൻ പറ്റുന്ന വാഹനം കേട്ടോ. നല്ലൊരു ബോഡി ക്വാളിറ്റി. ഇനി വേണമെങ്കിൽ വൃത്തിയാക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെ തരാം. മേജറായിട്ട് സ്ക്രാച്ചുകളൊന്നും ബോഡി ഭാഗത്തൊന്നും ഇല്ല. ഇന്നലെ പുതിയ സ്റ്റോക്ക് എടുത്ത വാഹനമാണ്. പിന്നെ ടയോട്ടൻ്റെ കൊറോള നോക്കി നടക്കുന്ന ഒരു 2015 മോഡൽ വാഹനം സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ലൊരു ബോഡി ക്വാളിറ്റിയിൽ വാഹനം തന്നെയാണ്. 20 കിലോമീറ്ററിന് മേലെ മൈലേജും കിട്ടും. ബോഡിയൊക്കെ നോക്കുമ്പോൾ അത് അത്യാവശ്യം നല്ലൊരു ബോഡി ക്വാളിറ്റിയിൽ വാഹനം തന്നെയാണ്. സീറ്റ് കവർ കണ്ടില്ലേ, പുതിയ സീറ്റ് കവറും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, നമുക്ക് ഈ വാഹനങ്ങൾ മാത്രമല്ല, ഇനി അതുപോലെ ലോ ബഡ്ജറ്റ് പ്രൈസിൽ 2013 ഒരു നാനോ കൊടുക്കുക. മഴക്കാലൊക്കെ ആയതുകൊണ്ട് 32 രൂപ കൊടുക്കാൻ പറ്റുന്ന ഒരു മാർജിൻ. അത്യാവശ്യം നല്ലൊരു ബോഡി ക്വാളിറ്റിയിൽ വാഹനം നമ്മൾ എക്സ്ചേഞ്ച് എടുത്ത വാഹനം കേട്ടോ. അത്യാവശ്യം നമുക്ക് ചെറിയൊരു ഫാമിലിക്കൊക്കെ മഴക്കാലത്ത് മഴ കൊള്ളാതൊക്കെ പോകാൻ പറ്റുന്ന വാഹനമാണ്. 32 രൂപക്ക് നമുക്ക് ഫൈനലായിട്ട് കൊടുക്കാൻ പറ്റുന്ന വാഹനം കേട്ടോ. ഈ വാഹനം നമ്മൾ എക്സ്ചേഞ്ചിൽ എടുത്ത വാഹനമാണ്. വേണ്ടല്ലോ, നമുക്ക് ഒരുപാട് വാഹനങ്ങൾ ഇനിയും നിലവിൽ സ്റ്റോക്കുകൾ കയറാണ്ട്. ലോ ബഡ്ജറ്റ് വാഹനങ്ങൾ തന്നെ ഒരുപാടുണ്ട്. ഈ വണ്ടീൻ്റെയൊക്കെ എന്തെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നില്ല, താഴത്ത് നമ്മൾ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമുക്ക് ലോണും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമുക്ക് ഇനിയും ഒരുപാട് വാഹനങ്ങൾ പുതിയതായിട്ട് സ്റ്റോക്ക് കയറാനുണ്ട്. അൾട്ടോ കയറാനുണ്ട്, കേട്ടൻ അൾട്ടോ, ഒരുപാട് വാഹനങ്ങൾ ലോ ബഡ്ജറ്റ് വാഹനങ്ങൾ കയറാനുണ്ട്. പിന്നെ നമ്മുടെ ലൊക്കേഷൻ മറക്കണ്ട, മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ ചുങ്കത്ര എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പിന്നെ ഇങ്ങനത്തെ നല്ല നല്ല വാഹനങ്ങൾ കിട്ടാൻ വേണ്ടി നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണാനും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ഈ വാഹനത്തിലേക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ താഴത്തെ നമ്മൾ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, ബൈ.